കേരള ലോട്ടറിയുടെ കണക്കുകളിലേക്കാണ് നാം കടക്കുന്നത്. ഈ പരിശോധനയ്ക്കായിട്ട് നാം പരിഗണനയ്ക്കെടുക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും നടക്കെടുക്കുന്ന വിൻ ലോട്ടറിയാണ്. 2021 സർക്കാർ കണക്കുകൾ പ്രകാരം ഒരു ദിവസം പ്രിന്റ് ചെയ്യുന്ന വിൻ ലോട്ടറിയുടെ എണ്ണം 1,08,00,000 എത്ര ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്യാം എന്ന പ്രോബബിലിറ്റി പരിശോധിച്ചാൽ ആദ്യം നമുക്ക് തന്നെ ടിക്കറ്റിൻ്റെ നമ്പർ സിസ്റ്റം മനസ്സിലാക്കണം. നമുക്കറിയാവുന്നതുപോലെ ഓരോ ടിക്കറ്റിലും 2 പാർട്ടുകളുണ്ടാവും നമ്പറിന്. ഒരു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 2 അക്ഷരങ്ങൾ ചേർന്നൊരു പാർട്ടും 6 നമ്പർ വരുന്ന രണ്ടാമത്തെ പാർട്ടും. 12 സീരീസുകളിലാണ് ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇംഗ്ലീഷ് അക്ഷരമാല 2 അക്ഷരങ്ങൾ ചേർക്കുകയാണെങ്കിൽ WA, WB, WC ഇങ്ങനെ 12 സീരീസും ഈ ഓരോ സീരീസിലും 6 അക്കവും ചേർന്ന് വരുന്ന രീതിക്കാണ് നമ്പർ സിസ്റ്റം വരുന്നത്. ഇത്തരത്തിൽ പ്രോബബിലിറ്റി നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ 12 സീരീസിന് കൂടി ഓർഡർ പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന ടിക്കറ്റുകളുടെ എണ്ണം 1,20,00,000 കാണാൻ സാധിക്കും. ഈ 1,20,00,000 എന്നുള്ള മാക്സിമം പ്രോബബിലിറ്റിയിൽ 1,08,00,000 സർക്കാർ പ്രിന്റ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. 1,08,00,000 ടിക്കറ്റുകളാണ് ആദ്യം പ്രിന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഈ മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകാനുള്ള സാധ്യത എത്രമാത്രമാണെന്ന് നമുക്ക് പരിശോധിക്കാം. സർക്കാർ കണക്ക് പ്രകാരം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏജന്റുമാരുടെ എണ്ണം 36,550 ആണ്. ആക്റ്റീവ് മെമ്പർമാരെ പരിഗണനയ്ക്കെടുക്കുകയാണെങ്കിൽ ഒരു 2,000 മുതൽ രജിസ്റ്റർ ചെയ്ത് ഈ കാലയളവ് വരെയുള്ളത് 17,856 ഏജൻസാണ്. അതായത് ഓരോ ഏജൻറ്റും 605 ടിക്കറ്റ് വീതം എടുക്കുകയാണെങ്കിൽ സർക്കാർ പ്രിന്റ് ചെയ്യുന്ന 1,08,00,000 ടിക്കറ്റുകളും വിറ്റുതീരും. സർക്കാർ ഒരിക്കൽ ഏജൻറ്റിന് വിറ്റ് കഴിഞ്ഞാൽ ഏജൻറ്റിൻ്റെ ഭാഗത്ത് ചിലവായില്ലെങ്കിൽ ആ ടിക്കറ്റ് തിരിച്ചെടുക്കുകയില്ല. വില്ലേജ് അടിസ്ഥാനത്തിൽ കണക്കുകളെടുക്കുകയാണെങ്കിൽ 1,644 വില്ലേജുകളാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം നമുക്കുള്ളത്. ഒരു വില്ലേജിൽ ഏകദേശം 6,570 ടിക്കറ്റുകൾ വിറ്റുപോവുകയാണെങ്കിൽ മുഴുവൻ 1,08,00,000 ടിക്കറ്റുകളും വിറ്റുപോകാനുള്ള സാധ്യതയിലേക്കാണ് ചൂണ്ടുന്നത്. ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മുഴുവൻ ടിക്കറ്റുകളും എല്ലാ ദിവസവും വിറ്റുപോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകാനാണ് സാധ്യതയെന്ന് നമ്മൾ കണ്ടു. ഈ മുഴുവൻ ടിക്കറ്റുകളും വിറ്റാൽ സർക്കാരിന് എന്ത് വരുമാനം ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു ടിക്കറ്റിൻ്റെ വില 40 രൂപയാണെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ഇതിൽ 31 രൂപ 25 പൈസ ഫേസ് വാല്യൂവും 8 രൂപ 75 പൈസ 25% GST ഉൾപ്പെടെയാണ് 40 രൂപയാകുന്നത്. സർക്കാർ ഏജൻറ്റിന് ഈ ടിക്കറ്റ് നൽകുന്നത് ഫേസ് വാല്യൂവിൻ്റെ 75% ഡിസ്കൗണ്ടിലാണ്. അതായത് ഒരു ഏജൻറ്റിന് ഏകദേശം 32 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് ലഭിക്കും. ഈ കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ 1,08,00,000 ടിക്കറ്റുകൾ വിറ്റാൽ സർക്കാരിന് ഏകദേശം 34 കോടി രൂപയോളം വരുമാനമായി ലഭിക്കും. 34 കോടി രൂപയോളം സർക്കാരിന് വരുമാനമായി ലഭിക്കുമ്പോൾ അതിൽ എത്ര രൂപയാണ് സമ്മാനമായി നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ 1, 2 സമ്മാനങ്ങൾ ഓരോ ടിക്കറ്റ് വീതവും, 3-ാം സമ്മാനം എല്ലാ 12 സീരീസിലെ മുഴുവൻ ടിക്കറ്റുകൾക്കും, അതുപോലെ കൺസോളേഷൻ പ്രൈസ് 1-ാം സമ്മാനം ലഭിക്കാത്ത ടിക്കറ്റുകൾക്കുള്ള സമാശ്വാസ സമ്മാനം ബാക്കി വരുന്ന 11 സീരീസുകൾക്ക് നൽകുന്നതായിട്ട് ബാക്കി വരുന്ന 5,000, 2,000, 1,000, 500, 100 തുടങ്ങിയ ടിക്കറ്റുകളുടെ സമ്മാനത്തിനുള്ള എണ്ണം കൃത്യമായി പറയാതെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് അനുസൃതമായ സമ്മാനം നൽകുമെന്നാണ് ലോട്ടറി ടിക്കറ്റിൻ്റെ പുറകിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സർക്കാർ വ്യക്തമാക്കുന്നത് പ്രകാരം വിൻ ലോട്ടറിയുടെ കാര്യമെടുത്താൽ ആകെ 2,70,000 സമ്മാനം നൽകുമെന്നാണ് ലോട്ടറിയുടെ പുറകിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമ്മാനത്തുക 20 ലക്ഷം രൂപയോളം നൽകുമെന്നും ലോട്ടറിയുടെ പുറകിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എത്ര രൂപയും എത്ര സമ്മാനവും നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അവസാന ടിക്കറ്റ് റിസൾട്ടിനെ പരിശോധിച്ചുകൊണ്ട് വിലയിരുത്താം. ഓഗസ്റ്റ് 26 നറുക്കെടുത്ത വിൻ ലോട്ടറിയുടെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ സർക്കാർ പറഞ്ഞത് പ്രകാരം 1, 2 സമ്മാനങ്ങൾ ഓരോ ടിക്കറ്റ് വീതവും, കൺസലേഷൻ പ്രൈസ് സമ്മാനം ലഭിക്കാത്ത 11 സീരീസിനും, 3-ാം സമ്മാനം 12 സീരീസിനും കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ 5,000 രൂപയുടെ സമ്മാനം 19,440 പേർക്ക് കൊടുക്കും എന്ന് പറഞ്ഞെടുത്ത് 216 പേർക്കാണ് നൽകിയിട്ടുള്ളത്. 2,000 രൂപ 10,800 പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് 120 പേർക്കും, 1,000 രൂപ 15,120 പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് 168 പേർക്കും, 500 88,560 പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് 984 പേർക്കും, 100 രൂപ 1,36,080 പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് 1,512 പേർക്കുമാണ് നൽകിയിട്ടുള്ളത്. ആകെ 2,70,025 സമ്മാനങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് 3,025 ടിക്കറ്റുകൾക്ക് മാത്രമാണ് സമ്മാനം നൽകിയിട്ടുള്ളത്. ആകെ തുക 20 കോടിയോളം നൽകും എന്ന് പറഞ്ഞെടുത്ത് ആകെ നൽകിയിട്ടുള്ളത് 1,14,00,000 രൂപയോളം മാത്രമാണ്. 1,14,00,000 രൂപ സമ്മാനമായി നൽകുന്നതിന് സർക്കാരിന് ഏകദേശം 3,56,000 ടിക്കറ്റുകൾ വിറ്റുപോയാൽ മതി. അതായത് ആകെ പ്രിന്റ് ചെയ്യുന്ന ടിക്കറ്റുകളുടെ 3% വിൽപ്പന നടന്നാൽ
സമ്മാനം നൽകുന്നതിനായിട്ട് തുക സർക്കാരിന് ലഭിക്കും. ആക്റ്റീവ് ഏജൻറ്റുമാരുടെ എണ്ണം 17,000 കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഏജൻറ്റ് 21 ടിക്കറ്റ് വീതം എടുക്കാൻ മതി. ആകെ 1,08,00,000 ടിക്കറ്റുകൾ പ്രിൻ്റ് ചെയ്യുന്നു. അതിൽ നിന്നും 33 കോടി രൂപയോളം വരുമാനമായി ലഭിക്കുന്നു. സമ്മാനമായി ആകെ നൽകുന്നത് 1,14,00,000 രൂപയാണ്. ഇത് 3.3% തുക. 32,58,00,000 രൂപ സർക്കാരിന് വരുമാനം ലഭിക്കുമ്പോൾ 96%. ഇത്രയും ഹൗസിൽ ചെലുത്തുന്ന ഏതെങ്കിലും ഗാംബ്ലിംഗ് സ്ഥാപനമുണ്ടോ എന്ന് അറിയില്ല. സാധാരണയായി ഗാംബ്ലിംഗ് ഹൗസുകൾ 25 മുതൽ 30% വരെയാണ് അവിടെ വരുമാനമായി എടുക്കാറുള്ളത്. 65 മുതൽ 70% വരെ സമാനമായി നൽകാറുമുണ്ട്. സർക്കാരിന് ഈ ലോട്ടറി നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ചിലവുകൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ലോട്ടറി പ്രിൻ്റ് ചെയ്യുന്നതിന് ചിലവുണ്ട്. അതുപോലെ ഓരോ ലോട്ടറി ഓഫീസുകൾ നടത്തുന്നതിനായിട്ടുള്ള സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ചിലവുകളുണ്ട്. ഏജൻറ്റുമാർക്കുള്ള കമ്മീഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ഏജൻറ്റുമാരുടെ കമ്മീഷൻ ബഹുഭൂരിപക്ഷവും സമ്മാനത്തിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നതെങ്കിലും 4 സമ്മാനം ഉൾപ്പെടെയുള്ളവ സർക്കാരിന് തന്നെ കൊടുക്കണം. പക്ഷേ അതെല്ലാം ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ മാത്രമേ ചിലവ് വരികയുള്ളൂ. ശമ്പളമാണെങ്കിൽ തന്നെ ഒരു മാസം ഏകദേശം ഒരു 20 ലക്ഷം രൂപ 30 ലക്ഷം രൂപ ശമ്പളം വരികയുള്ളൂ. പ്രിൻറ്റിങ്ങിനാണെങ്കിൽ ഒരു ലോട്ടറിക്ക് ഏകദേശം 50 പൈസ വെച്ച് ചിലവ് വരികയുള്ളൂ. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്രയും 96% സർക്കാരിലേക്ക് വരുമാനം ലഭിക്കുമ്പോൾ കുറച്ചുകൂടിയത് സമ്മാനം നൽകാനായിട്ട് കേരള സർക്കാരിന് സാധിക്കും. ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ നമ്മുടെ വിജയസാധ്യത വിന്നിംഗ് പ്രോബബിലിറ്റി എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഗാംബ്ലിംഗ് ഗെയിമുകൾ പൊതുവിൽ 2 തരത്തിലാണുള്ളത്. ഗെയിം ഓഫ് സ്കില്ലും ഗെയിം ഓഫ് ചാൻസും. ഗെയിം ഓഫ് സ്കിൽ പ്ലേ ചെയ്യുന്നതിന് കൃത്യമായ കുറച്ച് അറിവുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഒരു ഉദാഹരണത്തിന് കുതിരപ്പന്തയം. മത്സരിക്കുന്ന കുതിരകളുടെ മുൻകാല വിജയചരിത്രം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുതിരയുടെ ഭാരം, ജോക്കിയുടെ ഭാരം, ഇത്തരത്തിലുള്ള ട്രാക്കിൻ്റെ സ്വഭാവം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ വിജയകരമായി ബെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ തരം ഗെയിം ഓഫ് ചാൻസ് ആണ്. ഗെയിം ഓഫ് ചാൻസിൽ കൃത്യമായി ഭാഗ്യം മാത്രമാണ് വിജയിയെ നിശ്ചയിക്കുന്നത്. കേരള ലോട്ടറി ഇത്തരത്തിൽ ഒരു ഗെയിം ഓഫ് ചാൻസ് ആണ്. ഒരു ചൂതാട്ട മത്സരത്തിൽ ഏർപ്പെടുമ്പോൾ എത്ര വിജയസാധ്യതയുണ്ട്, എത്ര ഓഡ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതനുസരിച്ച് നമ്മുടെ വിജയസാധ്യത എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗെയിം ഓഫ് ചാൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഗാംബ്ലിംഗ് ഗെയിമായ കേരള ലോട്ടറിയിലെ വിന്നിംഗ് ഫോഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1,08,00,000 ടിക്കറ്റുകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. 1ാം സമ്മാനം അതിൽ 1 ടിക്കറ്റിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വിജയസാധ്യത 1ാം സമ്മാനം ലഭിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1,08,00,000-ൽ 1 2ാം സമ്മാനത്തിനും ഇതേ വിജയസാധ്യത തന്നെയാണുള്ളത്. 3ാം സമ്മാനം 12 ടിക്കറ്റുകൾക്ക് കൊടുക്കുന്നത് കൊണ്ട് 1,08,00,000-ൽ 12 വിജയസാധ്യതയുണ്ട് 3ാം സമ്മാനത്തിന്. ആകെ ടിക്കറ്റിൽ സമ്മാനം കൊടുക്കുന്നത് പരിഗണിച്ചാൽ 3,025 സമ്മാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ഒരു ദിവസം ഒരു ലോട്ടറി എടുത്താൽ 1,08,00,000-ൽ ഏകദേശം 3,000 മാത്രമാണ് വിജയസാധ്യതയുള്ള ടിക്കറ്റുകൾ.